ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് വിപിൻ ദാസിന്റെ പുതിയ സിനിമയായിട്ടുള്ള ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. പടം ഞാൻ ഇന്നലെ രാത്രി കണ്ടു, പക്ഷെ വീഡിയോ ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ പൃഥ്വിരാജും ബേസിലാണ് മെയിൻ ലീഡ് റോളിൽ വരുന്നത്. അതുപോലെ തന്നെ നിഖില വിമലുണ്ട്, അതുപോലെ തന്നെ അനശ്വര രാജനുണ്ട്. അത്യാവശ്യം നല്ല കിഡിലൻ എന്താ പറയുക സ്റ്റാർ കാസ്റ്റ് തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ഒരുപാട് കോമഡി താരങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിജു ഉണ്ട്, അതുപോലെ തന്നെ സാഫ് ബോയ് ഉണ്ട്, അതുപോലെ തന്നെ യോഗി ബാബു ഉണ്ട്. അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ അതിന്റെ മുന്നേയുള്ള സിനിമയായിട്ടുള്ള ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമയിലെ കുറെ ആക്ടേഴ്സ് ഈ ഒരു സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. സോ ഒരു ഗംഭീര സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണ് ഈ ഒരു ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന് പറയുന്നത്. ഒരുപാട് ക്യാമിയോസ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്നാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പരിപാടികൾ ഈ ഒരു സിനിമയ്ക്കകത്ത് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കോറിംഗ് ആണ്. അതായത് അങ്കിത് മേനോനാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഗംഭീര സ്കോറിങ്. ഗംഭീരം എന്നൊക്കെ പറഞ്ഞാൽ പടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഫ്രെയിമുകളിലും സ്കോറിങ്ങുകളുണ്ട്. അതുപോലെ തന്നെ പാട്ടുകളാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി കൃഷ്ണ കൃഷ്ണ എന്നുള്ള സോങ്, അതിൽ പൃഥ്വിരാജിന്റെ ഒരു മാസ് എലമെന്റ് ഉണ്ട്. അതായത് പൃഥ്വിരാജ് നിഖില വിമലിന്റെ കൈയും പിടിച്ച് നടന്നു വരുന്ന സമയത്ത് ഒരു മാസ് എലമെന്റ് ഈ ഒരു സ്കോറിനകത്തുണ്ട്. അത് എൻ്റെ അമ്മ, അതൊരു ത്രൂ ഔട്ട് ഒരു ആക്ഷൻ സീക്വൻസിൽ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ ഗംഭീര ഒരു എഫക്റ്റ് ഉണ്ടാകുമായിരുന്ന ഒരു സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്കോറിങ് എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ പാട്ടുകളുടെ പ്ലേസ്മെന്റ്സ് നല്ല രസമുണ്ടായിരുന്നു. അതായത് അഴകിയ ലൈല എന്ന് പറയുന്ന ആ പാട്ടിന്റെ പ്ലേസ്മെന്റ് ആണ് ഏറ്റവും എന്താ പറയുക എടുത്തു പറയേണ്ട ഒരു എപ്പിക് ആയിട്ടുള്ളൊരു സാധനം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ സീൻ ബൈ സീന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദൃശ്യം, ഒരുപാട് സിനിമയുടെ റെഫറൻസ് ഈ ഒരു സിനിമയ്ക്കകത്ത് എടുത്തിട്ടുണ്ട്. ദൃശ്യത്തിന്റെ ഒരു സീൻ ഇതിൽ വരുന്നുണ്ട്. പൃഥ്വിരാജും ബേസിലും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഒരു സംഭവം പരിപാടി വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ അമ്മയെ പൃഥ്വിരാജ് ചിരിപ്പിച്ച് കൊന്നൊരു സീന്. അത് ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 40 മിനിറ്റ് അതാണ് ഈ ഒരു സിനിമയുടെ പോസിറ്റീവ്, ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക ഒരു സന്ദർഭത്തിന് ശേഷം ഈ ഒരു സിനിമയുടെ ആ ഒരു ഫ്ലോ അങ്ങോട്ട് ഡൗൺ ആയി പോകുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നീട് വന്നിട്ടുള്ള കോമഡികളെല്ലാം ഒരു എന്താ പറയുക ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന കോമഡി പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് വീക്കായിട്ടുള്ള ഒരു ക്ലൈമാക്സ്, അതൊക്കെ ഈ ഒരു പടത്തിന് കുറച്ച് ബാക്കിലേക്ക് അടിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കണ്ടവർക്ക് എങ്ങനെ തോന്നിയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഗുരുവായൂരിന്റെ ആ ഒരു സെറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ആർട്ട് വർക്ക് ഉണ്ടല്ലോ, അത് ഒരു രക്ഷയില്ല. ഗംഭീരമായിട്ട് അത് ഞാനിങ്ങനെ അന്തം വിട്ടു. ഇത് എങ്ങനെ അവർ ഷൂട്ട് ചെയ്തു എന്നുള്ളത്, എങ്ങനെ അവർ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തു എന്നുള്ളത്, അതും ഒരു കയ്യടി അർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. എന്താ പറയാനുള്ളത്, ബേസിലിന്റെയും ആ ഒരു പൃഥ്വിരാജിന്റെയും കോമ്പിനേഷൻ, അതും ഫസ്റ്റ് ഹാഫിലാണ് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിലേക്കൊന്നും വരുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നിഖില വിമലിനൊന്നും പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഈ ഒരു സിനിമയ്ക്കകത്ത് കൊടുത്തിട്ടില്ല. ആകെ ഒരു 1-2 സീനിലെ എക്സ്പ്രഷൻസ് മാത്രമാണ് ഉള്ളത്. അനശ്വരയ്ക്കാണെന്നുണ്ടെങ്കിലും ഒരു സംഭവം ചെയ്തു വരുമ്പോഴത്തേക്കും ആ ഒരു പോർഷൻ കഴിഞ്ഞു പോവുക. എങ്ങനെ എടുത്തു പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പറഞ്ഞതിന് സ്പോയിലറായി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ നിഖില വിമലിനെയും കുറച്ചും കൂടിയും യൂസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പറയുന്നതെല്ലാം അതുപോലെ തന്നെ ലോജിക്കൊന്നും വെച്ച് നോക്കിയിട്ടൊന്നും ഈ ഒരു പടം കാണാനൊന്നും പറ്റുന്നില്ല. പക്ഷെ ചിരിക്കാം, ഫണ്ണായിട്ട് ഫൺ റൈഡാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഫാമിലി ആയിട്ട് പോയിരുന്ന് ആഘോഷിക്കാവുന്ന ഒരു സിനിമ. അതുപോലെ തന്നെ DOP സിനിമോട്ടോഗ്രാഫി ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഫീൽ ഗുഡ് മൂവിക്ക് എന്താണോ ആവശ്യം അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന സാധനങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അവരൊരു 1.5 കൊല്ലം കഷ്ടപ്പെട്ട ഒരു സംഭവം ഈ ഒരു സിനിമയ്ക്കകത്ത് കാണുന്നുണ്ട്. പക്ഷെ തിരക്കഥ വൈസ് സെക്കൻഡ് ഹാഫ് മുതൽക്ക് പണി പാളി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നി. പണി പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബോറടിച്ചൊന്നുമല്ല, അങ്ങനെ ഡൗൺ ആയി പോകുന്നൊരു സിറ്റുവേഷൻ. നിങ്ങൾ ആ ഒരു ആദ്യത്തെ ഒരു 40 മിനിറ്റ് ചിരിച്ച ആ ഹാങ് ഓവറിൽ ഈ ഒരു പടം നിങ്ങൾ കണ്ടു തീർക്കും. അത്രയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഒരു ജസ്റ്റ് അബവ് ആവറേജ് മൂവി അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് എക്സലന്റ് അല്ലെങ്കിൽ മാസ്റ്റർ പീസ് ഒന്നും പറയാനുള്ളതൊന്നുമില്ല. ഇദ്ദേഹത്തിന്റെ ഇതിന് മുന്നത്തെ പടമായിട്ടുള്ള ജയ ജയ ജയഹയുടെ അത്ര ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഇതിൽ വേറെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ അല്ലെങ്കിൽ എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ലേഡീസിന് വേണ്ടി സംസാരിക്കുക അല്ലെങ്കിൽ അതർ ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുക, അങ്ങനെയൊന്നും ഈ ഒരു സിനിമയ്ക്കകത്തില്ല. പണ്ടത്തെ ഈ പറയുന്ന പോലെ നമ്മുടെ പ്രിയദർശന്റെയും അല്ലെങ്കിൽ പണ്ടത്തെ മലയാളം സിനിമകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു ക്ലൈമാക്സ് പോലത്തെ ഒരു എന്താ പറയുക ഒരു കൂട്ടം സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു ക്ലൈമാക്സ്, അതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. പക്ഷെ അത്രയ്ക്കൊന്നുമില്ല. ഇപ്പോഴത്തെ ആ ഒരു ജനറേഷൻ സിനിമകളിൽ നിന്ന് ഇപ്പൊ പൃഥ്വിരാജ് പറഞ്ഞ പോലെ അന്യം നിന്ന് പോകുന്ന തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് ഒക്കെ ഒരുക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് പാളിപ്പോയി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അത്രയും വീക്കായിരുന്നു ആ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഒക്കെ ആ ഒരു ഗുണം കൊണ്ട്, അതുപോലെ തന്നെ DOPയുടെയും ആർട്ട് വർക്കിന്റെ ഒക്കെ ആ ഒരു ഗുണം കൊണ്ട് ഈ ഒരു സിനിമ കണ്ടിരിക്കാവുന്ന വാച്ചബിൾ ആയിട്ടുള്ള ജസ്റ്റ് ഒരു എബവ് ആവറേജ് ആയിട്ടുള്ള
ഒരു സിനിമയായി മാറുന്നുണ്ട്. ഫാമിലി ആയിട്ട് പോയി എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കണ്ട് ആസ്വദിക്കുക, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കാം. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്.